ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ്. EVS നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ പാഠമായിട്ടുള്ള ദ പവർ ഓഫ് ക്ലീൻനെസ് എന്നുള്ള നമ്മുടെ 4-ാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും 3-ാമത്തെ പാഠത്തിൻ്റെ ക്ലാസ് കണ്ടുകാണെന്ന് കരുതുന്നു. നമ്മൾ ഈ 3-ഉം 4-ഉം ചാപ്റ്റേഴ്സ് നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന പാഠമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് വരാൻ സാധ്യതയുള്ള 2 പാഠങ്ങളാണ്. അപ്പോൾ സോ നമ്മുടെ എല്ലാ പോർഷൻസും നിങ്ങൾ എക്സാമിന് ബിഫോർ കവർ ചെയ്യാൻ നോക്കുക, ക്ലാസ്സുകൾ കാണാൻ നോക്കുക, ചോദ്യോത്തരങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ 4-ാമത്തെ പാഠത്തിലോട്ട് പോകാം. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ 4th ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈജീനിക് എങ്ങനെയായിരിക്കണം, പേഴ്സണൽ ഹൈജീനെ കുറിച്ചും അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്, ഒരു ഡോക്ടർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. എന്താ പറഞ്ഞു കൊടുക്കുന്നത് നോക്കൂ. You have understood that cleanliness is important for a healthy life, haven't you? Please ask if you have any doubt. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വൃത്തി എത്രത്തോളം നമുക്ക് ഹെൽത്തി ലൈഫിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ ഡോക്ടർ കുട്ടികളോട് പറയുകയാണ്. The doctor handled a class on personal hygiene for the students. It was organized by the school parliament. The children asked many doubts. The doctor cleared all their doubts. Let us read what Alan wrote in his notebook after participating in the class. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് നടത്തിയിരിക്കണം, പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ക്ലാസ് ഡോക്ടർ നടത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഡൗട്ട് ചോദിക്കാൻ പറയുകയാണ് അല്ലേ. അങ്ങനെ ഡോക്ടറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷം നമ്മുടെ അലൻ എന്ന കുട്ടി നോട്ട്ബുക്കിൽ എഴുതിയതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. There are chances that our hands go dirty while we play or do other activities. Germs will be destroyed when we wash our hands with soap. എന്താ പറയണത് നോക്കൂ. അതായത് നമ്മുടെ കൈകൾ നമ്മൾ എന്തെങ്കിലും കളിക്കുക അല്ലെങ്കിൽ പുറത്തു പോയിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ കൈകളിൽ അണുക്കൾ പറ്റാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുന്ന വഴി ആ ജേംസ് നശിച്ചു പോകുന്നതായിരിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അമ്മ കുട്ടിയോട് പറയുകയാണ്. എന്താ അമ്മ പറയണത്? You just came from the school. Go and wash your hands and face with the soap. അപ്പോൾ എന്താ പറയണത്? നീ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നല്ലേ ഉള്ളൂ, പോയി കൈയും മുഖമൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പറയുകയാണ് അല്ലേ. നിങ്ങളോട് ഇതുപോലെ അമ്മയും അച്ഛനൊക്കെ പറയാറില്ലേ? അതുപോലെ ഇവിടെ നോക്കുക, അടുത്ത ഈ കുട്ടി എന്താ പറയണത് നോക്കൂ. Why does the teacher tell us to wash our hands with the soap after using the toilet? ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ കഴുകണം എന്ന് പറയാൻ ടീച്ചർ പറയാൻ എന്താ കാരണം എന്ന് കുട്ടി ചോദിക്കുകയാണ്. Have you seen the pictures? നിങ്ങൾ ചിത്രങ്ങൾ കണ്ടില്ലേ? On what occasion should we wash and clean our hands with the soap? അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് വേഗം പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. എപ്പോഴൊക്കെയാണ്? ബിഫോർ ഈറ്റിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം. ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം. ആഫ്റ്റർ ട്രാവലിംഗ്, നമ്മൾ യാത്ര എന്തെങ്കിലും ചെയ്തിട്ട് വന്നത് അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം. ആഫ്റ്റർ blowing your nose, coughing or sneezing. അതുപോലെ നമുക്ക് ചുമ, തുമ്മൽ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൈകൾ വൃത്തിയായിട്ട് തന്നെ കഴുകണം. ആഫ്റ്റർ ഹാൻഡ്ലിങ് കെമിക്കൽസ് ഓർ കെമിക്കൽ പ്രൊഡക്ട്സ്, പിന്നെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ കയ്യിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൈകൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക. ഓക്കെ, അടുത്തത് ക്ലീൻ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ക്ലീൻ ഹാൻഡ്സ്. നമ്മളൊക്കെ നമ്മുടെ കൈകൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ കഴുകുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. പക്ഷെ നമ്മൾ കഴുകുന്നത് എത്രത്തോളം വൃത്തിയായിട്ടാണ് അല്ലെങ്കിൽ വൃത്തിയായിട്ടാണോ എന്നൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ആർ യുവർ ഹാൻഡ്സ് ക്ലീൻ? നിങ്ങളുടെ കൈകൾ ക്ലീൻ ആണോ, വൃത്തിയുള്ളതാണോ? ഷാൽ വി ചെക്ക്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ. Take a glass of water from it and keep it on the table. അപ്പോൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ പറയുകയാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ആ ബക്കറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെക്കുക. ആൻഡ് ടേക്ക് എൻ എംപ്റ്റി ബക്കറ്റ് ടു കളക്ട് വാട്ടർ, യൂസ് ഇറ്റ് ഫോർ ഹാൻഡ് വാഷിംഗ്. എന്നിട്ട് ഒരു എംപ്റ്റി ബക്കറ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയുകയാണ്? നമ്മൾ നേരത്തെ വേറെ ബക്കറ്റ് വെള്ളം പിടിച്ച് വെച്ചിട്ടില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തരായിട്ട് let the students wash their hands into the bucket. ആ ബക്കറ്റിലോട്ട് കൈ കഴുകുക. ഓക്കെ, after everyone was washed, take a glass of water from the hand washing bucket and place it near the other glass of water already kept there. എന്നിട്ട് എല്ലാവരും കഴുകിയതിനു ശേഷം അവസാനം ആ വെള്ളം, ആ ബക്കറ്റ് നമ്മൾ ബക്കറ്റിൽ കഴുകിയ വെള്ളം, നമ്മൾ എല്ലാവരും കഴുകിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വെള്ളം നമ്മൾ എന്തൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച നല്ല വെള്ളം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളം, ആ വെള്ളത്തിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറയുകയാണ്. തീർച്ചയായിട്ടും എന്തായിരിക്കും? ക്ലിയർ ആയിരിക്കും. നമ്മൾ കൈ കഴുകിയ വെള്ളം അതേപോലെ നല്ല ക്ലിയർ വെള്ളം ആയിരിക്കുമോ? അല്ല അല്ലേ, അഴുക്ക് വെള്ളമായിരിക്കും.
Compare the water in both glass. What is your findings? How do you wash your hands now? How should you wash your hands to make them clean? Observe the various stages of hand washing illustrated in the picture. അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് കൈ കഴുകേണ്ടത് എന്നതാണ് നമുക്കിവിടെ നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. അതിനൊരു രീതിയുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾ കൈ കഴുകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒന്നാമത് വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. കൈകൾ നനച്ച ശേഷം സോപ്പ് അപ്ലൈ ചെയ്യുക അല്ലേ. റബ് പാംസ് ടുഗദർ ആൻഡ് ക്ലീൻ ദം. മൂന്നാമത് ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. 4 റബ് ദ നെയിൽസ് ആൻഡ് ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ ദം. 5 ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദി അതർ ഹാൻഡ്. 6 വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം വിത്ത് ക്ലീൻ ക്ലോത്ത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റേജ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. സോപ്പൊക്കെ ഉപയോഗിച്ച് ആദ്യം കൈകൾ നനച്ച് സോപ്പ് ഉപയോഗിച്ച് പതപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാംസ് നല്ല ചേർത്ത് കഴുകുന്നു. അതിനുശേഷം നമ്മൾ കൈൻ്റെ ബാക്കിൽ നമ്മൾ കഴുകുക. അതുപോലെ വിരലുകൾക്കിടയിൽ കഴുകണം. വിരലിൻ്റെ ടിപ്സിൽ കഴുകണം. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ കൈ കഴുകുന്നത്? ശരിയായ രീതിയിലാണോ കഴുകുന്നത്? അതായത് അതേ എന്ന് പറയുന്നവർ കുറവായിരിക്കും അല്ലേ. അല്ല എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കൈ കഴുകുക, ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴുകണു, കയ്യിൽ ഒഴിക്കണു, കൈ കഴുകണു അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് സോപ്പാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സോപ്പ് ആക്കണു, കൈ കഴുകണു. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ വിരലുകൾക്കിടയിലും അതുപോലെ വിരലുകളുടെ ടിപ്സിലൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കണം. അപ്പോഴേ നമുക്ക് കയ്യിൽ നിന്ന് മുഴുവനായിട്ട് രോഗാണുക്കൾ പോവുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയല്ല നിങ്ങൾ അങ്ങനെയല്ല കൈ കഴുകുന്നതെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ രീതിയിലല്ലെങ്കിൽ ഇനിയെങ്കിലും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്ത ഈ കുട്ടി എന്താ പറയുന്നത് നോക്കൂ. സീ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ, ഐ ഹാവ് ട്രിമ്മഡ് ആൻഡ് ക്ലീനഡ് മൈ നെയിൽസ്. അപ്പോൾ നമ്മൾ കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയത് കൊണ്ട് മാത്രം കയ്യിൽ അണുക്കളെല്ലാം പോവില്ല. എന്തുണ്ടാവും? അണുക്കൾ നമ്മുടെ നഖങ്ങൾക്കിടയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നഖങ്ങൾ വളരുമ്പോൾ എന്ത് ചെയ്യണം? അത് വെട്ടി ഒതുക്കണം അല്ലേ, വെട്ടണം. അതുപോലെ നഖങ്ങൾക്കിടയിൽ അണുക്കൾ അഴുക്കൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ അതാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഡ്രിം ചെയ്യണം അല്ലെ. ഡ്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ്. നമ്മൾ തീർച്ചയായിട്ടും നഖം വെട്ടണം, വൃത്തിയാക്കണം. You should trim and clean the nails to make your hand perfectly tidy. Otherwise, the dirt that piled up under the nails will reach your stomach with the food. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? നഖങ്ങൾക്കിടയിലെ അഴുക്കുകൾ, അതിലുള്ള അണുക്കളും നമ്മുടെ ശരീരത്തിനുള്ളിൽ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി നമുക്ക് പല അസുഖങ്ങൾ വരാൻ കാരണമാകും. Alan has written down the ideas that the doctor gave his fellow students. Let us read. അപ്പോൾ എന്താണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താണ് അലൻ എഴുതിയിരിക്കുന്നത് നോക്കാം. ഡു നോട്ട് വിയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്, ജേംസ് വിൽ ഗ്രോ ഇൻ ദം. യു വിൽ ക്യാച്ച് ഡിസീസസ് ലൈക്ക് സ്കാബീസ് ആൻഡ് റാഷ്. അപ്പോൾ എന്താ പറയുന്നത് അടുത്തത്? യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ്ഡ് അതർവൈസ്. എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ദിവസം നമ്മൾ കുളിക്കും. വൃത്തിയായിട്ട് നമ്മൾ കുളിച്ചത് കൊണ്ട് മാത്രം നമ്മൾ കാര്യമില്ല. എന്ത് ചെയ്യണം? കുളിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ള വസ്ത്രം കൂടെ നമ്മൾ ധരിക്കണം അല്ലേ. അതായത് അഴുക്കുള്ള വസ്ത്രമോ വൃത്തിയില്ലാത്ത വസ്ത്രമോ ധരിക്കരുത്. അതുപോലെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അതിൽ എന്തുണ്ടാവും? അല്ല ഒരുപാട് ജേംസ്, അണുക്കൾ ഉണ്ടാവും. അത് വളരും. അത് നമുക്ക് ചൊറിച്ചില്, അതുപോലെ തന്നെ ചുണങ്ങ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ കാരണമാകും. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യണത്, നമ്മളെല്ലാവരും ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. മോർണിംഗ് എന്തായാലും ബ്രഷ് ചെയ്യും. പക്ഷേ നമ്മളതുപോലെ നൈറ്റ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണോ? അത് പലർക്കും അതേന്ന് പറയില്ല അല്ലെ. കാരണം എന്താ? ചിലർ ചെയ്യാറില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നവർ വളരെ കുറവാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശീലിക്കുക. അതും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുവോ അതേപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എന്ത് പറയുന്നത്, രാത്രി നമ്മൾ ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ബ്രഷ് ചെയ്യുക, 2 നേരവും ബ്രഷ് ചെയ്യുക. ഇവിടെ നോക്കൂ, എന്താണ് ഇവിടെ ഈ കുട്ടി മാസ്ക് ധരിച്ചിട്ട് നിൽക്കുകയാണ് അല്ലേ. വൈ ഷുഡ് വി വിയർ മാസ്ക്? നമ്മൾ എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? അലൻ ഫോർഗോട്ട് ടു റൈറ്റ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്യാൻ യു ഹെൽപ്പ് ഹിം? അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ മറന്നുപോയി. നമുക്ക് അലനെ ഹെൽപ്പ് ചെയ്യാം അല്ലേ. എന്തിനാ മാസ്ക് ധരിക്കുന്നത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എന്താണ്? ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് എയർബോൺ ഡിസീസസ് സച്ച് എസ് കോൾഡ്. അതായത് വായുവിലൂടെ പകരുന്ന, എയറിലൂടെ പകരുന്ന അസുഖങ്ങൾ. പനിയൊക്കെ പകർച്ചപ്പനികളായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലത്തെ പകർച്ചപ്പനികൾ അല്ലെങ്കിൽ പകർച്ച അസുഖങ്ങൾ എയറിലൂടെ പകരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അത് തടയാൻ വേണ്ടി മാസ്ക് ധരിക്കാം. ടു പ്രിവെന്റ് ആസ് ഫ്രം കണ്ടാമിനേറ്റഡ് ഡിസീസസ് ഫ്രം അതേഴ്സ്. പിന്നെ എന്താണ്? നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല. അതായത് മറ്റുള്ളവർക്കുള്ള പകർച്ചവ്യാധികൾ എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ അത് നമുക്ക് വരാതിരിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മാസ്ക് ധരിക്കാം. അപ്പോൾ നമുക്ക് അസുഖം ഉണ്ടെങ്കിലും മാസ്ക് ധരിക്കണം, നമുക്ക് അസുഖം ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും മാസ്ക് ധരിക്കണം. എന്താണ്? നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ. അതല്ല, മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? മാസ്ക് ധരിക്കണം അല്ലേ. പിന്നെയോ
ടു റെഡ്യൂസ് ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ചില ആൾക്കാർക്ക് പൊടി തട്ടുന്നതൊക്കെ എന്ത് സംഭവിക്കും, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരാൻ കാരണമാവും. അപ്പോൾ അത് കുറയ്ക്കാൻ മാസ്ക് ധരിക്കുക. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സ്മോക്ക് ആൻഡ് പൊല്യൂഷൻ. പിന്നെയോ നമുക്ക് ചുറ്റുമുള്ള പുകയും അതുപോലെ തന്നെ പൊല്യൂഷനും എയർ പൊല്യൂഷനൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി മാസ്ക് ധരിക്കാം. അടുത്ത് നമ്മൾ ബ്രഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ശരിയായ രീതിയിലാണോ ബ്രഷ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ കുറച്ച് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് യുവർ ടീത്ത്, ഡോണ്ട് യു? ഡു വി ബ്രഷ് അവർ ടീത്ത് പ്രോപ്പർലി? നമ്മൾ ശരിയായ രീതിയിലാണോ ബ്രഷ് ചെയ്യുന്നത്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. ആദ്യം എന്ത് ചെയ്യണം? ഹോൾഡ് ദ ബ്രഷ് സ്ലാൻഡഡ്. ചെരിച്ചു പിടിക്കുക. ബ്രഷ് ചെരിച്ചു പിടിച്ചിട്ട് ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, മുന്നോട്ടും പിന്നോട്ടും ഇതുപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ ബ്രഷ് ചെയ്യുന്നു. അടുത്തതായിട്ട് ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. മേലുള്ള പല്ല് എന്ത് ചെയ്യണം? മേലെന്ന് താഴോട്ടുന്ന രീതിയിലും ആൻഡ് ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. താഴെ വരിയിലുള്ള പല്ലുകൾ താഴത്തുനിന്ന് മുകളിലോട്ട് രീതിയിലും ബ്രഷ് ചെയ്യണം. ബ്രഷ് ദ സർഫസ് ഓഫ് ദ ടീത്ത് യൂസ്ഡ് ഫോർ ചൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പ്രോപ്പർലി. പിന്നെയോ അതെ, നമ്മൾ ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളിൽ അതിന്റെ പ്രതലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ബ്രഷ് ചെയ്യണം. അതുപോലെ ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ദ ടീത്ത്. പല്ലിന്റെ ഇന്നർ സൈഡിൽ ബ്രഷ് ചെയ്യണം. ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്. അതുപോലെ തന്നെ നമ്മുടെ നാക്കും നമ്മുടെ നാക്കും എന്ത് ചെയ്യണം? നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലേ. പ്രസന്റ് ദ ഇഫക്റ്റീവ് മെത്തഡ് ഓഫ് ക്ലീനിങ് ടീത്ത് ഇൻ ദ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്രോപ്പറായ രീതിയിൽ ബ്രഷ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ബ്രഷും എടുത്തും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ച് ഒരു സെക്കൻഡിൽ ബ്രഷ് ചെയ്ത് തീർക്കുന്ന പരിപാടി നിർത്തുക. നല്ല വൃത്തിയായിട്ട് തന്നെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഹാൻഡ് ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാത്തിങ്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ ബാത്ത് ചെയ്യേണ്ടത്, നമ്മളിങ്ങനെയൊക്കെ ആണോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബാത്തിങ് ഈസ് എസെൻഷ്യൽ ടു ക്ലീൻ അവർ ബോഡി. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് ബാത്ത് ചെയ്തിട്ടാണ്, കുളിച്ചിട്ടാണ്. ക്യാൻ യു പ്രസന്റ് ദ വേ യു ബാത്ത് യൂസിങ് ആക്ഷൻ? അപ്പോൾ നിങ്ങൾ ആംഗ്യ ഭാഷയിലൂടെ എങ്ങനെ കുളിക്കാന്ന് കാണിക്കാനാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ വെള്ളം തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്ന പോലെ ആംഗ്യത്തിലൊക്കെ കാണിക്കാൻ പറ്റുമല്ലോ അല്ലേ. വാട്ട് ഷുഡ് വി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ വി ടേക്ക് എ ബാത്ത്? അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയായിരിക്കും ശരിയായ രീതിയിൽ കുളിക്കുക എന്ന് പറയുന്നത്. ടേക്ക് എ ബാത്ത് ഡെയിലി. ദിവസവും കുളിക്കണം അല്ലേ. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്. നമ്മുടെ ശരീരം മുഴുവനായിട്ട് അതുപോലെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് വാഷ് ചെയ്യണം. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ. അതുപോലെ അഴുക്ക് വെള്ളത്തിൽ ഒരിക്കലും കുളിക്കാൻ പാടില്ല. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി. എന്നിട്ട് കുളി കഴിഞ്ഞ ശേഷവും ഉണങ്ങിയ വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ വെള്ളമെല്ലാം തുടച്ച് വൃത്തിയാക്കണം. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ. അതുപോലെ പൊതുവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വീട്ടിൽ എല്ലാവർക്കും കൂടെ ഒരു ടവൽ അങ്ങനെ ആയിരിക്കും അല്ലെ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് ടവൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ടവൽ ഉപയോഗിക്കാതിരിക്കുക. വാഷ് ആൻഡ് ഡ്രൈ ദ ടവൽ ആഫ്റ്റർ യൂസ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ടവൽ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ പ്രോപ്പർ വേ ഓഫ് വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് ബാത്തിങ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഹാൻഡ്സ് വാഷ് ചെയ്യേണ്ടത്, ബ്രഷ് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യേണ്ടത്, ബാത്ത് ചെയ്യേണ്ടതെന്നുള്ള പ്രോപ്പർ വേസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പ്ലീസ് ഡിസ്കസ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ. ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇസ് എ റീസൺ ഫോർ മെനി ഡിസീസസ്. അപ്പോൾ പല അസുഖങ്ങൾ വരാൻ കാരണം വ്യക്തി ശുചിത്വം ഇല്ലാത്തതാണ്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷ് എക്സെട്ര ആർ സം ഓഫ് ദീസ് ഡിസീസസ്. വി ക്യാൻ കീപ് മെനി ഡിസീസസ് എവേ ഇഫ് വി മെയിൻറ്റെയിൻ ഹൈജീൻ. അപ്പോൾ നമ്മൾ ഹൈജീനായി ഇരുന്നാൽ തന്നെ പല അസുഖങ്ങളും നമുക്ക് ഒരിക്കലും വരില്ല. അപ്പോൾ ഹൈജീനായി ഇരിക്കാൻ ശ്രദ്ധിക്കുക. The decisions I must take to maintain personal hygiene. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് വിടുക. നമ്മളിപ്പോൾ പുതിയൊരു ചാപ്റ്റർ പഠിച്ചു. നമ്മൾ പേഴ്സണൽ ഹൈജീനെ കുറിച്ചും അത് പേഴ്സണൽ ഹൈജീൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറച്ച് തീരുമാനിക്കുക, ഞാൻ ഹൈജീനിക് ആയിരിക്കും, മൈ ഹൈജീൻ മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ ഡിസിഷൻസ് നിങ്ങൾ എടുത്തു എന്നാണ് ഇവിടെ ചോദ്യം. എന്തൊക്കെ നമുക്ക് പറയാം? ടേക്ക് എ ബാത്ത് ഡെയിലി. ദിവസവും കുളിക്കും. ബ്രഷ് ട്വൈസ് എ ഡേ. ദിവസവും 2 നേരം പല്ല് തേക്കും. അതും ശ്രദ്ധിക്കേണ്ട എന്താണ്? രാവിലെയും രാത്രി ഭക്ഷണത്തിന് ശേഷം അല്ലേ. കട്ട് ആൻഡ് ട്രിം നെയിൽസ്. അതുപോലെ നഖങ്ങൾ വളരുമ്പോൾ വെട്ടി വൃത്തിയാക്കും. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽസ്. മറ്റുള്ളവരുടെ ടവൽസ് ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പേഴ്സണൽ ഹൈജീനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? അത് നമ്മുടെ പരിസര ശുചിത്വത്തിനെ കുറിച്ച്, നമ്മുടെ എൻവറോൺമെന്റിനെ കുറിച്ച്. എൻവറോൺമെന്റ് എത്രത്തോളം വൃത്തിയാണ്, അത് വൃത്തിയായിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നൗ ലെറ്റ് us play a skit. ഒരു സ്കിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കുക ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്. ഈച്ചയും കൊതുകും എലിയും. സീൻ 1. ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ മീറ്റ്.
ആരൊക്കെ കണ്ടുമുട്ടി? ഈച്ചയും കൊതുകും കണ്ടുമുട്ടി. മൊസ്കിറ്റോ, ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? മൊസ്കിറ്റോ ചോദിക്കണം, ഹലോ ഫ്ലൈ, എന്നെ നിനക്ക് അറിയുമോ ചോദിക്കണം അല്ലേ. അപ്പൊ ഹൗസ് ഫ്ലൈ പറയാണ്, അഹഹ, ഓഫ് കോഴ്സ് ഐ നോ യു, തീർച്ചയായിട്ടും എനിക്കറിയാം. യു ആർ ദ ബ്രേവ് വൺ ഹൂ ഡ്രിങ്ക്സ് ദ ബ്ലഡ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് യു. ഐ ആം ഹാപ്പി ടു മീറ്റ് യു ബ്രദർ, യു സ്പ്രെഡ് മെനി ഡിസീസസ്. നിങ്ങളല്ലേ മനുഷ്യരുടെ രക്തം വലിച്ചു കുടിക്കുന്ന വിരുദ്ധൻ. എനിക്കറിയാം, നിങ്ങൾ കണ്ടത് എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ ഒരുപാട് അസുഖം പരത്തുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം പറയാനല്ലേ ഹൗസ് ഫ്ലൈ. അപ്പോൾ മൊസ്കിറ്റോ പറയാണ്, യെസ്, മെനി ഡിസീസസ് ലൈക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, മലേറിയ ആൻഡ് എലിഫന്റൈസിസ്. എലിഫന്റൈസിസ് വെച്ച് മന്ത് കേട്ടോ. ആ സ്പ്രെഡ് എമംഗ് ഹ്യൂമൻസ് ബിക്കോസ് ഓഫ് മീ. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ, ഈ ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, മലേറിയ, എലിഫന്റൈസിസ് ഒക്കെ പകർത്തുന്നത് ഞാൻ കാരണമാണ്. ഇറ്റ് മേക്സ് മീ വെരി സാഡ്, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു? എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹൗസ് ഫ്ലൈ പറയുകയാണ്, വേർ ഡു യു ലീവ് ബ്രദർ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ചോദിക്കുക. അപ്പോൾ മൊസ്കിറ്റോ എന്താ പറയണത്? ഇൻ ദ സിറ്റി ഇറ്റ്സെൽഫ്. There is a house with waste piled up near the sewage drain. There are places which are filled with dirty water. We lay eggs there, multiply and take over the place. അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് പറയണത്? അവിടെ ഒരു വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു വീടുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്? അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ മുട്ടയൊക്കെ ഇട്ട് പെരുകി ഞങ്ങൾ അവിടെ താമസിക്കുന്നുവെന്ന് മൊസ്കിറ്റോ പറയുകയാണ് അല്ലേ. അതുപോലെ ഇവിടെ നോക്കൂ, സിമിലർലി വാട്ട് വൂൾ ദ ഹൗസ് ഫ്ലൈ ആൻഡ് ദ റാറ്റ് ഹാവ് ടു സേ ടു ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൗസ് ഫ്ലൈയും റാറ്റും എന്തൊക്കെയായിരിക്കും പറയുക, കണ്ടുമുട്ടി അവരെന്തൊക്കെയായിരിക്കും പറയുക എഴുതാനാണ് പറയുന്നത്. കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക, സ്കിറ്റ് പ്രസന്റ് ചെയ്യാൻ പറയാണ് കേട്ടോ. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്കിറ്റ്? ഈ സ്കിറ്റിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് നോക്കൂ, മൊസ്കിറ്റോ, ഹൗസ് ഫ്ലൈ ആൻഡ് റാറ്റ്. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ? അപ്പോൾ ഈ ജീവികളൊക്കെ പെരുകാനുള്ള കാരണം എന്താണ്? സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന, ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന, പുവർ വേസ്റ്റ് മാനേജ്മെന്റ്, ഡേർട്ടി സറൗണ്ടിങ്സ് ഒക്കെയാണ് ഇത്തരം ജീവികൾ പെരുകാൻ കാരണമാവുന്നത്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ദേ ക്രിയേറ്റ് ഫോർ ഹ്യൂമൻസ്? അപ്പോൾ ഈ ജീവികൾ മനുഷ്യർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? സ്പ്രെഡ് ഡിസീസസ്, അസുഖങ്ങൾ പകരാൻ കാരണമാവും. വൺ ഹൗസ് ആൻഡ് സറൗണ്ടിങ് ഷുഡ് ബി അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ് ഷുഡ് ബി ക്ലീൻ ഇഫ് വി വോണ്ട് ടു ലിവ് ഹെൽത്തി. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വീടും പരിസരവും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ. മെനി ഡിസീസസ് സ്പ്രെഡ് ഡ്യൂ ടു ദീസ് ക്രിയേച്ചേഴ്സ്. അപ്പോൾ എന്താ പറയണത്? അതായത് മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ക്ലീൻ അല്ലെങ്കിൽ, വൃത്തിയില്ലെങ്കിൽ, നമ്മുടെ പരിസരം വൃത്തിയില്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ പെരുകും. അങ്ങനെ പല അസുഖങ്ങളും പെരുകാൻ കാരണമാകും ഇത്തരം ജീവികൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിത്ത് ദ എയിം ഓഫ് പ്രിവെന്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് were conducted in all the wards under the leadership of Grama Panchayat. Cleaning activities were carried out with a view to eliminating the diseases carrying mosquitoes, as dengue fever was reported in some wards of the Panchayat. Have you read the newspaper report? What are dry day activities? Read the information provided. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. എന്താ ഡ്രൈ ഡേ നോക്കാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡ്രൈ ഡേ എന്നുള്ളത്. അപ്പോൾ അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക. There are chances for abandoned containers, coconut shells, tires, bottles, bottle caps and toys in our surroundings to store water. Mosquitoes may lay their eggs in these. They will hatch and reach full growth in 8 days. Therefore, in every 7 days, the water collected in such objects should be drained and the objects that can collect water should be removed. This cleaning process is called dry day. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, വെള്ളം കെട്ടിക്കിടക്കുന്നിടത്താണ് കൊതുക് മുട്ടയിട്ട് പെരുകുക അല്ലേ. കൊതുക് മുട്ടയിട്ട് പെരുകാൻ 8 ദിവസം എടുക്കും. അതായത് ആ മുട്ട വിരിയാൻ, ഓക്കെ, ആ വിരിയാൻ 8 ദിവസം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ 7 ദിവസം കൂടുന്ന സമയത്തും എന്ത് ചെയ്യണം? ഡ്രൈ ഡേ നമ്മൾ ആചരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കണൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴുക്കി കളയുക. നെക്സ്റ്റ് ടോപ്പിക്, ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ. അപ്പോൾ ജീവികൾ പടർത്തുന്നത് മാത്രമാണോ അസുഖങ്ങൾ എന്ന് പറയുന്നത്? അല്ല അല്ലേ. വെള്ളത്തിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പടരും. എന്തൊക്കെയാണ്? ദർ ഇസ് എ ചാൻസ് ടു ക്യാച്ച് ഡിസീസസ് ത്രൂ ഡേർട്ടി വാട്ടർ സ്റ്റോർഡ് ഇൻ അവർ സറൗണ്ടിങ്സ് ആൻഡ് ദ അൺക്ലീൻ വാട്ടർ ദാറ്റ് വി ഡ്രിങ്ക്. ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ വാട്ടർ. വെള്ളത്തിലൂടെ പടരുന്ന അസുഖങ്ങളാണ് ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ഒക്കെ. അപ്പോൾ എന്താണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല ഡേർട്ടി വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അൺക്ലീൻ വാട്ടർ നമ്മൾ കുടിക്കുന്നത് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇത്തരം അസുഖങ്ങൾ പടരും. വാട്ട് പ്രിക്യൂഷൻ ക്യാൻ വി ടേക്ക് ടു പ്രിവെന്റ് ദീസ് ഡിസീസസ്? അപ്പോൾ ഇത്തരം അസുഖങ്ങൾ, അതായത് വെള്ളത്തിലൂടെ പടരുന്ന അസുഖങ്ങൾ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, അല്ലേ. അതായത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം. ഡു നോട്ട് അലോ വേസ്റ്റ് വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്, അതുപോലെ ചളിവെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം. എൻഷുർ ഡ്രിങ്കിങ് വാട്ടർ സോഴ്സസ് ആർ ക്ലീൻ, അതുപോലെ നമ്മൾ കുടിവെള്ളത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വൃത്തിയുള്ളതാണ്, ശുചിത്വമുള്ളതാണ് നമുക്ക് ഉറപ്പുവരുത്താം.
അടുത്തത് ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്. ദ വാട്ടർ കണ്ടന്റ് ഇൻ അവർ ബോഡി ഈസ് ലോസ്റ്റ് വെൻ വി ഗെറ്റ് ഡിസെൻട്രി. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്ന സമയത്ത് ദ വാട്ടർ കണ്ടന്റ് ഷുഡ് ബി റീസ്റ്റോർഡ് ഇൻ അവർ ബോഡി. പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദ ഫോളോയിങ്. അപ്പോൾ നമുക്ക് എന്ത് കുടിക്കാം, എന്ത് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നല്ല വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ സോൾട്ട് റൈസ് വാട്ടർ അല്ലേ, ഉപ്പിട്ട കഞ്ഞിവെള്ളം, ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്, അതുപോലെ നാരങ്ങ വെള്ളം, ഉപ്പും പഞ്ചസാര ഇട്ട നാരങ്ങ വെള്ളം, സോൾട്ടഡ് ബട്ടർ മിൽക്ക്, കോക്കനട്ട് വാട്ടർ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും, നമുക്ക് വെള്ളം നഷ്ടം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ദ ORS contained from the public health center should be mixed in boiled and cooled water can given up frequently. അതുപോലെ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ നിന്ന് കിട്ടുന്ന ORS എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിച്ചാലും നല്ലതാണ്. നമ്മുടെ ഡിസെൻട്രിക്ക് വന്ന് നമ്മുടെ ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ചെയ്യാൻ ഒരുപാട് സഹായമാവും. My school, clean school. What is special about the school? In our school, clean and neat, let us access. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ എന്ത് പറഞ്ഞത്, നമ്മുടെ സ്കൂൾ എത്രത്തോളം ശുചിത്വമുള്ളതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് എന്ത് ചെയ്യണം, അതെ ഇവിടെ കണ്ടു ടിക്കും അല്ലെങ്കിൽ ക്രോസും ചെയ്യാനുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂൾ സറൗണ്ടിങ്സ് നമ്മൾ നിരീക്ഷിക്കുക. വേസ്റ്റ് ഇസ് നോട്ട് പൈൽഡ് അപ്പ്. എവിടെയും വേസ്റ്റ് കുന്നുകൂടി ഇട്ടിട്ടില്ലെങ്കിൽ ടിക്ക് ചെയ്യുക. വേസ്റ്റ് വാട്ടർ ഇസ് നോട്ട് അക്യുമുലേറ്റഡ്. പോലെ ചളിവെള്ളം കെട്ടിക്കിടക്കുന്നില്ലെങ്കിൽ ടിക്ക്. നോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ലെങ്കിൽ ടിക്ക്. ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡിപ്പോസിറ്റിംഗ് വേസ്റ്റ്. അതുപോലെ വേസ്റ്റ് ഇടാൻ ഓരോ ബിന്നും, അത് നമ്മൾ കുപ്പയിടുന്ന വേസ്റ്റ് ബിൻസ് സെപ്പറേറ്റ് ഓരോന്നിനും ഉണ്ടെങ്കിൽ അതിനും എന്ത് ചെയ്യുക, ടിക്ക് ഇടുക, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. അടുത്ത ക്ലാസ് റൂം നിരീക്ഷിക്കുക. ദർ ആർ നോ കോപ്പ് വെബ്സ് ഓർ വെബ്സ് നമ്മൾ വേസ്റ്റ് ഒന്നും എവിടെയും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിക്ക് ഇടുക. ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട് ആൻഡ് അതേഴ്സ് ആർ നോട്ട് ഡസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ചാർട്ടൊക്കെ തൂക്കിയിട്ടുണ്ടാവും അല്ലേ ക്ലാസ് മുറിയിൽ, അതിലൊന്നും പൊടി പടലങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോൾ ദർ ആർ ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ്. നമുക്ക് വേസ്റ്റ് ഇടാൻ അവിടെ കറക്റ്റായിട്ട് ബിൻ ഉണ്ടായിരിക്കണം. അതുപോലെ കിച്ചൺ എല്ലാം സ്കൂളാണ് നിരീക്ഷിക്കേണ്ടത് കേട്ടോ. സ്കൂളിലത്തെയാണ് നിരീക്ഷിക്കേണ്ടത്. കിച്ചൺ, ദ അറ്റൻസിൽസ് ആർ ക്ലീൻ, അതായത് നമ്മൾ പാത്രങ്ങളെല്ലാം വൃത്തിയുള്ളതാണ്. അതുപോലെ വേസ്റ്റ് വാട്ടർ ഇസ് നോട്ട് അക്യുമുലേറ്റഡ്, ചളിവെള്ളമൊന്നും എവിടെയും കെട്ടിക്കിടക്കുന്നില്ല. അതുപോലെ ഫുഡ് വേസ്റ്റ് ഇസ് നോട്ട് സ്കാറ്റേഡ് എറൗണ്ട്, അതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങൾ എവിടെയും ചിതറി കിടക്കുന്നൊന്നുമില്ല. അടുത്ത സ്കൂൾ യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്. അപ്പോൾ അടുത്ത് നമ്മൾ ബാത്റൂമൊക്കെ നിരീക്ഷിക്കാൻ പറയുകയാണ്. സ്കൂളിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, അതുപോലെ ദർ ഇസ് സഫീഷ്യൻറ്റ് വാട്ടർ ഉണ്ട്. അപ്പോൾ നിരീക്ഷിച്ച ശേഷം എന്ത് ചെയ്യുക, വാട്ട് അതർ ആസ്പെക്ട്സ് ക്യാൻ ബി ആഡഡ് ഇൻ ദ ടേബിൾ ഫോർ ഒബ്സർവിങ് അതർ പ്ലേസസ് ഇൻ ദ സ്കൂൾ ലൈക്ക് ദ പ്ലേ ഗ്രൗണ്ട്, പ്ലേസസ് ഫോർ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഗാർഡൻ. പിന്നെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടും കൈ കഴുകുന്ന ഇടവും garden ഒക്കെ അതുപോലെ നിരീക്ഷിക്കുക. complete the table and present your findings. which place in our school have the waste deposited most. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തുക. prepare a sketch of the school. സ്കൂളിന്റെ സ്കെച്ച് പ്രിപ്പയർ ചെയ്തിട്ട് mark the places with more waste in red. എന്നിട്ട് ഏറ്റവും കൂടുതൽ വേസ്റ്റ് എവിടെയാണുള്ളത് അവിടെ റെഡ് കളർ കൊടുക്കുക. less waste in yellow, കുറച്ച് വേസ്റ്റ് ഉള്ള അടുത്ത് യെല്ലോ കൊടുക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം ഗ്രീൻ കൊടുക്കുക. what else can be done to make it cleaner? let us participate in the cleaning activity. അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലീനിങ് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലെറ്റ് us sort waste. അപ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റ് എങ്ങനെയാണ് തരം തിരിക്കുക നോക്കാം. യു ഹാവ് സീൻ ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ് ഇൻ ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ ഇതുപോലെ വേസ്റ്റ് ഇടാനുള്ള ബിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 3 ബിൻസ് ഉണ്ട് അല്ലേ, 3 ബിൻസ് ഉണ്ട്. ഒന്നെന്താണ്, അതെ എന്ത് വേസ്റ്റ് ആണ്, ഇൻഓർഗാനിക് വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ്. അപ്പോൾ കുട്ടി എന്താ ചോദിക്കുന്നത്, വൈ കാൻ വി കളക്ട് ഓൾ ദ വേസ്റ്റ് ഇൻ എ സിംഗിൾ ബിൻ. അപ്പോൾ എല്ലാം കൂടെ ഒരു ബിന്നിൽ ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. വൈ കാൻ വി ഡെപ്പോസിറ്റ് ഓൾ ദ വേസ്റ്റ് ടുഗദർ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ വേസ്റ്റും കൂടെ ഒന്നിച്ച് ഇടാത്തത്, ഒരു കുപ്പത്തൊട്ടിയിൽ ഇട്ടാൽ പോരെ, അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ഇസ് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ഇൻ സോയിൽ ആൻഡ് വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട്. Waste and decomposed like food waste, vegetables etc. are called organic waste. അതായത് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വേസ്റ്റ് ഉണ്ട്, മണ്ണിൽ അലിഞ്ഞു ചേരാത്തവയുണ്ട്. മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വേസ്റ്റ് ആണ് എന്ത്, അതായത് ഈ ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് ഒക്കെ പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വേസ്റ്റുകൾ എന്താണ്, ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയും. അതുപോലെ വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് ആർ കോൾഡ് ഇൻഓർഗാനിക് വേസ്റ്റ്. അതുപോലെ മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വേസ്റ്റ് ആണ് എന്ത്, ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുക. ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്, എക്സ്പയർഡ് മെഡിസിൻസ് എക്സെട്ര എന്ന് പറയുന്നത് ഹസാഡസ് വേസ്റ്റ് ആണ്, അപകടകരമായ വേസ്റ്റ്. കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻറ്റു, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ, ഇവിടെ നിന്ന് എക്സാമിന് ചോദ്യം പ്രതീക്ഷിക്കുക. അടുത്തത് കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻറ്റു മാനുവർ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ്, ഫ്രൂട്ടിൻ്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെ നമുക്ക് കമ്പോസ്റ്റ്, നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും, മാനുവർ വെച്ച് വളമാക്കാൻ പറ്റും. വാട്ട് ക്യാൻ വി ഡു വിത്ത് ദ ഫുഡ് വേസ്റ്റ് ഇൻ അവർ ഹോം ആൻഡ് സ്കൂൾ. അപ്പോൾ സ്കൂളിലും വീട്ടിലൊക്കെ നമ്മുടെ ഫുഡ് വേസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കമ്പോസ്റ്റ് പിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതായത് എന്താണ് കമ്പോസ്റ്റ് പിറ്റ് എന്ന് വെച്ചാൽ
നമുക്ക് നോക്കാം. ഡെപ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റ് സച്ച് as ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ഫുഡ് സ്ക്രാപ്സ് ഇൻ എ പിറ്റ് ആൻഡ് കവർ ഇറ്റ് വിത്ത് സോയിൽ. അതായത് കുഴിയിൽ വേസ്റ്റുകൾ ഇട്ടിട്ട് നമ്മളത് മണ്ണിട്ട് മൂടുന്നു. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻടു മാനുവർ ഇൻ 3 to 4 months. 3-4 മാസത്തിനുള്ളിൽ അതിൻ്റെ മുഴുവനായും വളമായി മാറിയിട്ടുണ്ടാവും. നമുക്ക് ചെടിക്കൊക്കെ ഇടാൻ ഉപയോഗിക്കാം. വാട്ട് ആർ ദ മെത്തേഡ് യൂസ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലും വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇത്തരം ഫുഡ് വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എഴുതുക. ഡു നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഡു നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. പ്ലാസ്റ്റിക്, അതായത് നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കത്തിക്കാനോ വലിച്ചെറിയാനോ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ എന്തെങ്കിലും കുട്ടി പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി എന്താ പറയുന്നത്? ഹേ കം ഓൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺ? വി കാൻ ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. നീ പഠിച്ചത് ഓർക്കുന്നില്ലേ? പ്ലാസ്റ്റിക് ഒരിക്കലും വലിച്ചെറിയരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? വൈ ഡു വി സേ ദാറ്റ് വി കാൻ ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്ട്? പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്ലാസ്റ്റിക് ഒബ്ജക്ട് ഡു നോട്ട് ഡീകമ്പോസ് ഓർ ഡിസോൾവ് ഇൻ സോയിൽ. അതായത് മണ്ണിൽ ഈ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് വലിച്ചെറിയാം. നമ്മൾ ഇട്ടാൽ അത് വർഷങ്ങളോളം, അതായത് എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ കിടക്കും, അലിഞ്ഞു ചേരില്ല, മണ്ണിൽ അഴുകി ചേരില്ല. If plastic objects are left on the ground, the water will not go down to the ground. നമുക്കറിയാം മഴവെള്ളം ആയിക്കോട്ടെ, മറ്റ് നമുക്ക് വെള്ളമെല്ലാം എന്ത് ചെയ്യണം? ഭൂമിയിൽ ഇറങ്ങി ചെല്ലണം അല്ലെ, ഭൂമിയിൽ അടിയിലോട്ട് ഇറങ്ങി പോകണം. പക്ഷെ ഇത് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് മണ്ണിൽ കിടക്കുകയാണെങ്കിൽ ഒരിക്കലും വെള്ളം മണ്ണിലോട്ട് ഇറങ്ങി ചെല്ലില്ല. വാട്ടർ ബോഡീസ് ഗെറ്റ് പൊല്യൂട്ട്. അതുപോലെ നമ്മുടെ വെള്ളത്തിനുള്ള സ്രോതസ്സുകളെല്ലാം എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പൊല്യൂട്ട് ആവും. അതിലുള്ള ജീവികൾ അത് കഴിക്കും. ആ ജീവികളുടെ ജീവൻ ആപത്താവും. അങ്ങനെ എക്കോസിസ്റ്റം തന്നെ ഇല്ലാതാവും അല്ലേ? അടുത്തത് വാട്ട് ഡു യു ഫൈൻഡ് ദ പിക്ചർ. ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ബേണിംഗ് പ്ലാസ്റ്റിക്, അതായത് പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് അല്ലേ? വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ടോക്സിക് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് വെൻ ബേണിംഗ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കോസ് ഫാറ്റൽ ഡിസീസസ് ലൈക്ക് ക്യാൻസർ. അതായത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിനുണ്ടാകുന്ന വിഷവാതകങ്ങൾ, അതായത് പുക, അത് വളരെ വിഷാംശമുള്ള പുകയായിരിക്കും. അത് ശ്വസിക്കുന്നത് വഴി നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ കാരണമാവും. Discuss in class. Plastic has become an unavoidable material in our lives. നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു അല്ലേ? But if it is thrown away in the surroundings or burned, it can cause many health problems. The use of single-use plastic bags and plastic bottles should be minimized. Plastic waste should not be thrown away into the surroundings but should be sorted and handed over to the garbage collector for recycling. നമുക്കത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് വലിച്ചെറിയാതിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാൻ? നമുക്കത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും അല്ലേ? വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നവ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നമുക്കത് ഏൽപ്പിക്കാം അല്ലെ? കറക്റ്റായിട്ട് തരം തിരിച്ച് നമുക്കത് ഏൽപ്പിക്കാൻ പറ്റും. അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വേണ്ട രീതിയിൽ അത് റീസൈക്കിൾ ചെയ്യും. അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ അല്ലാതെ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത്. ഒരു കവറാണെങ്കിൽ, ഒരു മിഠായി കവറാണെങ്കിൽ പോലും അതൊരിക്കലും നമ്മൾ ഭൂമിയിലോട്ട് വലിച്ചെറിയരുത്. നമ്മളത് ഭൂമിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് അല്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യില്ല? പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുകയോ വലിച്ചെറിയോ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോർട്ട് ദ ഒബ്ജക്ട്സ് മെൻഷൻ ബിലോ ആൻഡ് പുട്ട് ദം ഇൻ ദ അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻ. അപ്പോൾ 3 വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇൻഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. ഇവിടെ കുറച്ച് ഐറ്റംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വേസ്റ്റ് ഐറ്റത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് തരംതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ PVC പൈപ്പ്. എന്ത് വരും? ഏതിൽ വരും? ഇൻഓർഗാനിക് വേസ്റ്റ്. ബനാന ഓർഗാനിക്. പെസ്റ്റിസൈഡ് ബോട്ടിൽസ് hazardous waste. Vegetable waste organic. Plastic bottles inorganic. Bulb hazardous. Food waste organic. Medicines hazardous. Plastic covers inorganic waste. ഇത് പഠിച്ചു വെച്ചിട്ട് പോവുക കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ഇൻഓർഗാനിക്, ഓർഗാനിക്, hazardous waste. രണ്ടാമത്തെ ഭാഗം, prepare an observation table to know whether your home and surroundings are clean. Write down the steps you can take to keep your home and surroundings clean based on this information on the table. ഒരു ഒബ്സർവേഷൻ ടേബിൾ ഉണ്ടാക്കാൻ പറയുകയാണ്. നിങ്ങളുടെ വീടും പരിസരവും എത്രത്തോളം വൃത്തിയുള്ളതാണ്, അതിനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ഒബ്സർവേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നിരീക്ഷിച്ചിട്ട് എഴുതേണ്ടതാണ്. അടുത്ത എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. ഒന്നാമത്തെ, മേക്ക് യൂസ്ഫുൾ പ്രോഡക്ട്സ് സച്ച് എസ് ഡെക്കറേറ്റീവ് ഐറ്റംസ്, പ്ലാൻ സ്പോട്ട് ബൈ യൂസിങ് പേപ്പേഴ്സ്, മാച്ച് ബോക്സസ്, ക്രോക്കൻ ബാംഗിൾസ്, ബോട്ടിൽ ക്യാപ്സ്, പെൻ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ക്ലോത്ത്സ്, ക്യാൻ, എക്സെട്ര. അപ്പോൾ ഇതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ യൂസ്ഫുൾ ആവുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റമായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല രസമായിരിക്കും. ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക.
രണ്ടാമത്തെ ഡിസൈൻ ആൻഡ് കണ്ടക്ട് ആൻ എക്സ്പെരിമെന്റ് ടു നോ ഈ ഫുഡ് സ്ക്രാപ്സ് ഓർ പ്ലാസ്റ്റിക് ഐറ്റംസ് റോട്ട് ഇൻ ദ സോയിൽ പ്രിപ്പയർ ആൻ എക്സ്പെരിമെന്റൽ നോട്ട്. അപ്പോൾ അടുത്തത് നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അതായത് ഭക്ഷണ വസ്തുക്കളും പ്ലാസ്റ്റിക്കും മണ്ണിൽ അലിഞ്ഞ് ചേരുമോ ഇല്ലയോ എന്നുള്ളത് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എക്സ്പെരിമെന്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്ന കരുതും. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? അതെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്